റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പല റെസിപ്പീസ് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതെ, തന്തൂരി ചിക്കൻ. നമസ്കാരം, ട്രാവൽ ഫുഡി ടോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ ലെഗ് പീസാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. 4 പീസ് ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. തന്തൂരി ചിക്കൻ്റെ മസാലയ്ക്കായിട്ട് ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ അരമുറി നാരങ്ങയുടെ നീരാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇന്ന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചിക്കൻ ആവശ്യമുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ വരഞ്ഞു വെച്ച സ്ഥലത്ത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല പിടിക്കാനുള്ള രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് നമ്മുടെ ഈ റെസിപ്പിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ് തൈര് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കട്ട തൈരാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനായിട്ട് ഞാനിവിടെ മിൽക്കി മിസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് 1 മണിക്കൂറിന് മേളിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ആ ചിക്കൻ്റെ അകത്ത് പിടിക്കത്തുള്ളൂ. ഈ സീൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇയാൾ എന്തിനാണ് ഈ പാൻ എടുത്ത് വെക്കണമെന്ന്. അതെ, നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത് പാനിലാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണെങ്കിൽ ചാർക്കോളൊന്നും കത്തിക്കാൻ നിൽക്കണ്ട. അതുപോലെ അതേ ടേസ്റ്റിൽ നമ്മൾ ഈസി ആയിട്ട് പാനിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുന്നേ ചെയ്ത പേർഷ്യൻ കബാബിന്റെ റെസിപ്പി പോലെ തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ പാൻ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്ത് നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് വരാൻ. ഇനി തിരിച്ചിട്ട് 2 സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കണം. അടുത്ത 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പാൻ അടച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. 2 സൈഡ് ഒരുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ തന്തൂരി ചിക്കൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന രീതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കനെ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി, അത്യാവശ്യം വലിപ്പമുള്ള ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി ആ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ചൂടാക്കിയ കരി വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് സ്റ്റൗവിലിട്ട് ചൂടാക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കണം. ഓയിൽ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പുക വരാൻ തുടങ്ങും. ആ പുക വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ആ ബൗൾ അടച്ച് ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് നമ്മൾ ഒരു 10 to 20 മിനിറ്റ് വെക്കും. ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരിക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കിഡിലൻ തന്തൂരി ചിക്കൻ റെഡിയാവും. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തുപോയി കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ കിടിലൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം ട്രാവൽ ഫുഡി ടോം.